കുഡ് ഹാവ് ബീൻ, ഷുഡ് ഹാവ് ബീൻ ഇവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാം. വാട്ട് ഈസ് കുഡ് ഹാവ് ബീൻ? ആകാമായിരുന്നു. ദിസ് എക്സ്പ്രസസ് പാസ്റ്റ് പോസിബിലിറ്റീസ് ദാറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ. ഇത് സംഭവിക്കാത്ത മുൻകാല സാധ്യതകളെ പ്രകടിപ്പിക്കുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും സാധ്യമായിരുന്നു പക്ഷെ സംഭവിച്ചില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ കുഡ് ഹാവ് ബീൻ യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഷീ കുഡ് ഹാവ് ബീൻ എ ഡോക്ടർ. അവൾക്ക് ഒരു ഡോക്ടർ ആകാമായിരുന്നു. ഷീ ഹാഡ് ദ ടാലന്റ് ബട്ട് ടുക്ക് അനദർ പാത്ത്. അവൾക്ക് കഴിവുണ്ടായിരുന്നു പക്ഷെ അവൾ മറ്റൊരു വഴി സ്വീകരിച്ചു. ഇറ്റ് കുഡ് ഹാവ് ബീൻ വേഴ്സ്. ഇത് കൂടുതൽ മോശമാകുമായിരുന്നു. ഇറ്റ് ഹാഡ് പൊട്ടൻഷ്യൽ ടു വേഴ്സൺ ബട്ട് ഡിഡ്ന്റ്. അത് കൂടുതൽ വഷളാകാൻ സാധ്യത ഉണ്ടായിരുന്നു. അനദർ എക്സാമ്പിൾ, യു കുഡ് ഹാവ് ബീൻ എ ഗ്രേറ്റ് സിംഗർ ഇഫ് യു ഹാഡ് പ്രാക്ടീസ്ഡ്. നീ പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ നിനക്ക് നല്ലൊരു സിംഗർ ആകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. Okay, I could have been there on time if I had left home earlier. Next, should have been. ആയിരുന്നിരിക്കണം. This shows regret, duty or what was expected to happen morally or logically. ഇത് ഖേദം, കടമ അല്ലെങ്കിൽ ധാർമ്മികമായോ യുക്തിപരമായോ നമ്മൾ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഷുഡ് ഹാവ് ബീൻ യൂസ് ചെയ്യുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. യു ഷുഡ് ഹാവ് ബീൻ മോർ കെയർഫുൾ. നീ കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു. ഓക്കെ, നെക്സ്റ്റ്, ദ ട്രെയിൻ ഷുഡ് ഹാവ് ബീൻ ഓൺ ടൈം. ട്രെയിൻ കൃത്യസമയത്ത് എത്തേണ്ടതായിരുന്നു. ദ റിപ്പോർട്ട് ഷുഡ് ഹാവ് ബീൻ ഫിനിഷ്ഡ് ബൈ മൺഡേ. തിങ്കളാഴ്ചയോടെ റിപ്പോർട്ട് പൂർത്തിയാകേണ്ടതായിരുന്നു. ദ കേക്ക് ഷുഡ് ഹാവ് ബീൻ ബേക്ക്ഡ് ഏർലിയർ ഫോർ ദ പാർട്ടി. പാർട്ടിക്ക് വേണ്ടി കേക്ക് നേരത്തെ ബേക്ക് ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ കുഡ് ഹാവ് ബീൻ പാസ്റ്റ് പോസിബിലിറ്റി ഓർ ചാൻസ്. സാധ്യതയുണ്ടായിരുന്നു പക്ഷെ സംഭവിച്ചില്ല. ഷുഡ് ഹാവ് ബീൻ സംഭവിക്കണമായിരുന്നു അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്നു. ലാസ്റ്റ് എക്സ്പെക്ടേഷൻ ഓർ regret. Thanks for watching.